തിരുവനന്തപുരം പൂത്തുറയിൽ വീണ്ടും കടലാക്രമണം. പെരുമാത്തുറ അഞ്ചുതെങ്ങ് തീരദേശ റോഡിൽ വെള്ളം കയറി. പൂത്തുറയിൽ നിന്നിപ്പോൾ അഖിൽഷാ അൻസാർ ചേരുന്നുണ്ട്. അഖിൽഷാ, എത്രത്തോളം രൂക്ഷമാണ് കടലാക്രമണം ഇപ്പോഴും? അഖിൽഷാ, ഉന്മേഷ്, ഒരു 10 മണിവരെയൊക്കെ ഇന്നലെ രാത്രിത്തേക്കാൾ കടൽ കുറച്ച് ശാന്തമായിരുന്നു. പക്ഷെ അല്പസമയം മുമ്പാണ് വീണ്ടും കടൽ ശക്തമായി കരയിലേക്ക് അടിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറുന്നൊരു സാഹചര്യം ഈ അഞ്ചുതെങ്ങ് പൂത്തുറയിലുണ്ട്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ നോക്കിയാൽ ഈ പെരുമാതുറയിൽ നിന്ന് അഞ്ചുതെങ്ങിലേക്ക് പോകുന്ന തീരദേശ റോഡാണിത്. ഈ തീരദേശ റോഡിലേക്ക് ഇപ്പോൾ ഈ തിരയടിച്ച് കയറിയിട്ടുണ്ട്. തിരയടിച്ചതിനൊപ്പം ഈ കല്ലും മണ്ണും കൊണ്ട് റോഡിലൂടെ യാത്ര ചെയ്യുന്നതിനുൾപ്പെടെ തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അല്പസമയം മുമ്പ് പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ അടങ്ങുന്ന അഞ്ചുതെങ്ങ് പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരോട് എത്തുകയും ഇതിൽ ആളുകളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ആളുകൾ ഏറ്റവും പ്രധാനമായും പറയുന്നത് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ഥിരമായി, അതായത് ഇടയ്ക്കിടയ്ക്ക് കടലാക്രമണം ഉണ്ടാകുന്നു. അതിനൊരു പരിഹാരം അടിയന്തരമായി സർക്കാർ കണ്ടെത്തണമെന്നുള്ളതാണ്. നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ഈ മുതലപ്പുഴയിൽ പുലിമുട്ട് വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ കര ഈ ഭാഗത്ത്, അതായത് അഞ്ചുതെങ്ങിലേക്ക് പോകുന്ന റോഡിലൊക്കെ കര കുറഞ്ഞൊരു സാഹചര്യം ഉണ്ടായത്. ഇത് ഇനിയും ഇത്തരത്തിൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കാതെ ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയാൽ അത് കുറച്ചുകൂടി വർഷങ്ങൾ കഴിയുമ്പോൾ അത് തൊട്ടപ്പുറത്ത് കായലാണ്, കഠിനകുളം കായൽ തൊട്ടപ്പുറത്തുണ്ട്. ഈ കടലും കായലും കൂടെ ഒരുമിച്ച് ആയേക്കാം, അതൊരു അഴിമുഖമായി മാറിയേക്കാം എന്നുള്ളൊരു ആശങ്ക ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. എന്തായാലും നിലവിൽ ഈ റോഡിൽ ഉൾപ്പെടെ കല്ലും മണ്ണും കയറുന്നു. വണ്ടികൾക്ക് കൃത്യമായി പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അപ്പുറത്ത് ഈ പെരുമാതുറയിൽ നിന്ന് ഇങ്ങോട്ട് ഈ അഞ്ചുതെങ്ങിലേക്ക് വരുന്ന വഴിയിൽ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് വാഹനങ്ങൾ വഴിതിരിച്ച്, അതായത് ഇവിടുന്ന് ചിറയൻകീഴ് ഭാഗത്തേക്ക് വഴിതിരിച്ച് വിടുന്നുണ്ട്. എന്തായാലും ഇതുവഴി വലിയ വാഹനങ്ങൾക്കൊന്നും പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ നോക്കിയാൽ തന്നെ കാണാം. അവിടെ പോലീസിൽ നിന്ന് അതുവഴി, അതായത് ഈ അഞ്ചുതെങ്ങിൽ നിന്ന് വർക്കലയിലേക്ക് പോകുന്ന ഭാഗത്തേക്ക് വരുന്ന വണ്ടികളെ ചിറയൻകീഴ് ഭാഗത്തേക്ക് തിരിച്ചുവിടുന്ന ഒരു കാഴ്ച അവിടെയും ഉണ്ട്. എന്തായാലും രണ്ട് വശത്തു നിന്നും പോലീസ് ഈ വാഹനങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്. എന്തായാലും കുറെ കൂടെ, അത് ഈ പ്രദേശവാസികൾ പറയുന്നത് കുറെ കൂടെ കഴിഞ്ഞാൽ, അത് ഉച്ച കഴിഞ്ഞാൽ വീണ്ടും കടലാക്രമണം ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഈ ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകളൊക്കെ നൽകിയിരുന്നു. അതുകൊണ്ട് അവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷെ അവരുടെ വീടുകൾ അത് അപകടാവസ്ഥയിലാണ്, വീടുകളും സാധനങ്ങളും ഉൾപ്പെടെ അപകടാവസ്ഥയിലാണ്. അതുകൂടി പരിഗണിച്ച് സർക്കാർ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളായ ഈ നാട്ടുകാർ പറയുന്നത്. ശരി, അഖിൽഷാ അൻസാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.